UK ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പ്രതിഷേധത്തിനായിരുന്നു കഴിഞ്ഞയാഴ്ച ലോകം സാക്ഷിയായത്. ഏകദേശം 1 ലക്ഷത്തിലധികം പേർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസണിന്റെ നേതൃത്വത്തിലായിരുന്നു ലണ്ടനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമം. അനധികൃത കുടിയേറ്റം ശക്തിപ്പെട്ടതോടെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും പിന്നോട്ടു പോയ ലണ്ടനെ തിരികെ കൊണ്ടുവരുവാനുള്ള വിശ്വാസത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ നേർസാക്ഷ്യം കൂടിയായിരുന്നു ഈ റാലി. കുരിശും ബൈബിൾ വചനവും പതാകകളുമായി യുണൈറ്റ് ദി കിങ്ഡം എന്ന പ്രമേയത്തിൽ ലണ്ടനിൽ അലയടിച്ച പ്രതിഷേധം മുന്നോട്ട് വെച്ചത് ലണ്ടന്റെ സംസ്കാരത്തിൽ കടന്നു കയറിയ വിദേശ ശക്തികളോടുള്ള പരസ്യമായ വിയോജിപ്പായിരുന്നു. യൂറോപ്പിൽ പടർന്നു പിടിച്ച ഇസ്ലാമോഫോബിയയ്ക്കെതിരെ ശക്തവും ധീരവുമായ നിലപാടെടുത്ത ഇസ്ലാം വിരുദ്ധ പ്രവർത്തകനായ റോബിൻസണിന്റെ പ്രസംഗത്തോടൊപ്പം എക്സ് ഉടമയായ ഇലോൺ മസ്കിന്റെ പിന്തുണയും റാലിക്ക് ശക്തി പകർന്നു. ഒന്നുകിൽ നിങ്ങൾ തിരിച്ചടിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു വീഡിയോ കോൺഫറൻസിലൂടെ ഇലോൺ മസ്ക് ആഹ്വാനം ചെയ്തത്. ഇവിടെ സംഭവിക്കുന്നത് ബ്രിട്ടന്റെ നാശമാണ്. തുടക്കത്തിൽ സാവധാനത്തിലുള്ള മണ്ണൊലിപ്പ്, എന്നാൽ വൻതോതിലുള്ള അനിയന്ത്രിതമായ കുടിയേറ്റത്തിലൂടെ ബ്രിട്ടനിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന മണ്ണൊലിപ്പെന്നായിരുന്നു മസ്കിന്റെ മുന്നറിയിപ്പ്. I think when you look at the behavior of organizations or people, you have to say, what is the incentive for these organizations? And frankly, there's a massive incentive on the left to import voters. So if they can't convince their nation to vote for them, they're going to import people from other nations to vote for them. This is a massive factor. And frankly, it's a strategy that will succeed if it is not stopped. Thus far, it is succeeding. And you see strong movements to allow people who are not from Britain to vote in Britain, to allow people who are not from France or elsewhere to vote in those countries, and thus depriving the citizens of their democratic power. It's really a voter importation thing, and if they're allowed to succeed, if this is allowed to continue, they will succeed in importing voters, swaying the elections, and taking your vote away from you. That is 100% what is happening. സഹിഷ്ണുത, വൈവിധ്യം, ബഹുമാനം എന്നിവയിൽ അഭിമാനത്തോടെ കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രമാണ് ബ്രിട്ടൻ. എന്നാൽ കോവിഡിന് ശേഷം രാജ്യം കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചത് ബ്രിട്ടന്റെ സംസ്കാരത്തിന് തന്നെ ഏറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. ബ്രിട്ടനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യമേഖല, തൊഴിലിടങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും കുടിയേറ്റക്കാർ ആധിപത്യം സ്ഥാപിച്ചതോടെ ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുകയും ബ്രിട്ടനിലെ ജനങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും നഷ്ടമാവുകയും ചെയ്തു. കുടിയേറി വന്നവർ ബ്രിട്ടനിലെ സമാധാനപരമായ അന്തരീക്ഷത്തിനും മങ്ങലേൽപ്പിച്ചത് സാവധാനമായിരുന്നു ജനം തിരിച്ചറിഞ്ഞത്. പ്രധാനമായും ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെതിരെ ബ്രിട്ടന്റെ തെരുവുകളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി മാറിയതും ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചതും ജനം ഭയപ്പാടോടെയാണ് കണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കുടിയേറി വന്നവർ രാജ്യത്തിന്റെ സമാധാനത്തിന് വിഘാതമായതോടെ നിങ്ങൾ പുറത്തു പോവുക എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് ബ്രിട്ടൻ ജനത തെരുവിലിറങ്ങിയത്. ബൈബിൾ വാക്യങ്ങളും ക്രിസ്ത്യൻ പ്രതീകങ്ങളുള്ള ടീഷർട്ടുകളും ധരിച്ചുമായിരുന്നു ഇവർ പങ്കുചേർന്നത്. യൂറോപ്പിന്റെ ക്രിസ്തീയ സംസ്കാരവും പാരമ്പര്യവും നശിപ്പിക്കുന്ന അധിനിവേശ ശക്തികളെ അപലപിച്ചുകൊണ്ടായിരുന്നു റാലി. ബ്രിട്ടനിലെ സാംസ്കാരിക വിപ്ലവത്തിൽ തീപ്പൊരിയായി മാറിയ പ്രതിഷേധം
വരും ദിവസങ്ങളിൽ ലണ്ടന്റെ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നിനി കാത്തിരുന്നു കാണാം.